ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് കാണുന്ന ഒരു കേരളമായിരുന്നില്ല അന്ന്. ആ കാലഘട്ടത്തിൽ തിരിച്ചെത്തി ഇവിടെ ഇങ്ങനൊരു സ്വപ്നം പടുത്തുയർത്താൻ വേണ്ടി വന്നപ്പോൾ തീർച്ചയായും അതൊരു സീഡാണ്. വലിയൊരു സ്വപ്നം മനസ്സിലുണ്ട്, ഒരു സീഡ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ എത്തിച്ചേർന്നു. എങ്ങനെയായിരുന്നു തുടക്കനാളുകൾ? നല്ല ഒരു ചോദ്യമാണ്. ഒരു ദിവസം 95 തോന്നുന്നു, 1995 ഒരു ഓണ ദിവസമാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി ഞാനൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണ്. അന്നിവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല പ്രൈവറ്റ് സെക്ടറിലെ ഹോസ്പിറ്റൽ വളരെ കുറവാണല്ലോ. നല്ലപോലെ ഉണ്ടായിരുന്നെന്ന് പറയാനായിട്ട് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടർ വിജയരാഘവൻ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, രജീബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു 250 ബെഡ് ഹോസ്പിറ്റൽ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള ഒരു പത്രപ്രസ്താവന ചിങ്ങം 1 കൊടുത്തു. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ ഇല്ല, ഞാൻ വന്നിട്ടില്ല, അന്ന് ഇവിടെ ഇല്ല, സ്ഥലത്തില്ലായിരുന്നു. ഞാൻ സൗദിയിലായിരുന്നു, ആരംഭയിൽ. അപ്പോൾ ഞാനിത് പേപ്പറിൽ വായിക്കുകയാണ് ഇതിനോട്. അപ്പോൾ അതിൻ്റേതായ ഫൈനാൻസും അതിൻ്റേതായ പ്ലാനിങ്ങും അതിൻ്റേതായ എല്ലാ ഒരുക്കങ്ങളും വളരെ അത്യാവശ്യമാണ്. ഉടനെ ഞാൻ ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇതിൻ്റേതായ എല്ലാ വിധത്തിലുള്ള പ്ലാനിങ്ങിൻ്റെയും അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്കറിയാമോ, അതോ ചുമ്മാ ഇത് ഇങ്ങനെ അനൗൺസ് ചെയ്താണോ? ഇല്ലില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് തന്നു. അപ്പോൾ കുറേയെല്ലാം പ്ലാനിങ് ഞാൻ വളരെ ഫ്രീക്വൻ്റായിട്ട് ഇവിടെ വരും. എന്നിട്ട് ഞങ്ങൾ മീറ്റിംഗ് കൂടും, കൂടുതൽ ഫ്രണ്ട്സിനെ കൂട്ടും, അങ്ങനെ ക്ലാസ്മേറ്റ്സിനെയും എക്സ്പെർട്സിനെയും എല്ലാം കൂട്ടി അങ്ങനെ ഒരു പ്ലാനിങ് തുടങ്ങി. ഈ പ്ലാനിങ് ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തിരിച്ചിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്തത്. ശരിക്കും ഹോസ്പിറ്റൽ റെഡിയായതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ആ ഒരു 5-6 ഇയേഴ്സിനകം ആണ് ഈ കംപ്ലീറ്റ് പ്ലാനിങ് ചെയ്തത്. ഈ ജാപ്പനീസ് പറയുന്ന പോലെ 80% സമയം പ്ലാനിങ്ങിനും 20% വേണം ഇംപ്ലിമെൻറ്റേഷനും ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. ഒരു 4-5 ഇയേഴ്സിൽ ഞങ്ങൾ പ്ലാനിങ്ങും കൺസ്ട്രക്ഷനും നടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ കിംസിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുഴുവനും അന്ന് വളരെ ചതുപ്പ് നിലമാണ്. ഈ ചതുപ്പ് നിലത്ത് ആരും കാറിൽ വന്നാൽ പോലും ഇറങ്ങില്ല. കാര്യം വെച്ചാൽ മുട്ടിൻ്റെ താഴെ വരെ ചെളിയിലേക്ക് കുഴിഞ്ഞു പോകും, കാലിറങ്ങിപ്പോൾ. അതുകൊണ്ട് ഷൂസ് പോലും ചീത്തയാക്കണ്ടെന്ന് വിചാരിച്ച് പല ഫ്രണ്ട്സും എല്ലാം വന്നിട്ട് കാറ് ഇറങ്ങാതെ തന്നെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കുറച്ചൊരു സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു ചെറിയ ആശുപത്രി ഉണ്ടാക്കാമെന്നായിരുന്നു ഒറിജിനലായിട്ടുള്ള ഐഡിയ. പക്ഷേ ആ ഐഡിയ വികസിച്ചു വന്നു. ഞങ്ങളെ ഓരോരുത്തരും കുറച്ചുകൂടെ ബെഡ് വേണം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം വന്ന് പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് നല്ലൊരു ആശുപത്രിയാണ്. അങ്ങനെ അവസാനം 200 ബെഡിൻ്റെ തന്നെ ഒരു ആശുപത്രി ഉണ്ടായി. പല ബാങ്കും ഞങ്ങൾ പോയിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞു, ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലിനുള്ള സ്കോപ്പില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ലോൺ അനുവദിക്കാൻ പറ്റില്ല.